അപ്പൊ ചായ അത് ഒരു ഗ്ലാസ് പൊട്ടിയ സൗണ്ടാണ് കേട്ടത്. ഞാൻ ചായ എടുത്തിട്ട് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം ഒരെണ്ണം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു, രണ്ടൊരെണ്ണം പൊട്ടിച്ചിപ്പോ അല്ലേ. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടത്. കഴിഞ്ഞ ദിവസം ഒരെണ്ണം താഴെ ഇട്ടില്ലേ? താഴെ ഇട്ട്, പക്ഷെ അത് പൊട്ടിയില്ലായിരുന്നു. ഇന്ന് പകരം വീണ്ടും പൊട്ടി. എന്നാലല്ലേ ഗ്ലാസ് പൊട്ടണ സാധനമല്ലേ. ചായ കുടിക്കും. പിന്നെ ഈ യുദ്ധത്തിന്റെ മോക്ക് ഡ്രിൽ എന്താന്ന് അറിയാമോ? ഈ മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയുന്നില്ലേ, അതെന്താന്നറിയാവോ? ആ യുദ്ധത്തിന്റെ മോക്ക് ഡ്രിൽ എന്ന് പറയുന്ന എന്താന്നറിയാമോ? എന്റെ അറിവ് വെച്ചും മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ കേരള തീരം അറബിക്കടലിനോട് ചേർന്നല്ലേ കിടക്കുന്നേ. അപ്പൊ ഈ യുദ്ധം ചെയ്യാൻ വരുന്ന ആൾക്കാര് അറിയിച്ചോണ്ടല്ലല്ലോ വരുന്നത്, ഒരു നേരത്തെ പറയത്തില്ല. അപ്പൊ ഈ പകലൊക്കെ ആണെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലും ഒക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ രാത്രിയൊക്കെ നമ്മുടെ കടലിന്റെ മേളിൽ കൂടി വിമാനത്തിന് ലൈറ്റും ഇല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരാനായിട്ട് എളുപ്പമാണല്ലോ അവർക്ക്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ യുദ്ധമൊക്കെ നടക്കുന്നെന്നൊക്കെ അറിയുമ്പോ തന്നെ നമ്മുടെ കേരളത്തുകാർ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായത് ലൈറ്റുകളെല്ലാം ഓഫാക്കിയിട്ട് വേണം കിടക്കാൻ. ഈ മേളിൽ കൂടി ആരായിരിക്കും ഈ യുദ്ധത്തിന് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവന്മാര് താഴേലോട്ട് നോക്കുമ്പോ ഒരു പൊടി ലൈറ്റ് കണ്ടു കഴിഞ്ഞെന്നാ അവിടെ അവര് ഷെല്ലാക്രമണം നടത്തും, പിന്നെ ബോംബിടും. അതുകൊണ്ട് നമ്മുടെ കേരളത്തുകാര് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് യുദ്ധം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഈ അതിർത്തിയിലൊക്കെ തന്നെയാണല്ലോ യുദ്ധം നടക്കുന്നത്. എന്ന് വെച്ച് ഇപ്പൊ തന്നെ അങ്ങോട്ട് യുദ്ധം വരുമെന്നല്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ഇവര് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വേണം എല്ലാവരും കിടക്കാനായിട്ട്. നമ്മള് സേഫ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മള് ലൈറ്റ് ഒന്നും ഇടാറില്ലല്ലോ. ലൈറ്റ് ഇതേ ഇവിടെ വർക്ക്ഷോപ്പിന്റെ അവിടെ ഇടാറുണ്ട്. വർക്ക്ഷോപ്പിലല്ല ബോംബിടുള്ളൂ, നമ്മുടെ വീട്ടിലില്ല. ഇവിടെ ഉള്ള കാര്യം പറയണത് തമാശായിട്ട് എടുക്കല്ലേ, ഞാൻ പറയണ കേൾക്ക്. എന്നിട്ട് ഈ അറബിക്കടലിന്റെ അവിടെ കൂടി ഇവന്മാര് വന്നു കഴിഞ്ഞാല് എല്ലാ നേരം ഇവർക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? പിന്നെ അവർക്ക് ചായ കുടിക്കാനൊക്കെ പോണ്ടി വരും. ഈ നമ്മുടെ നാവികസേനക്കാർക്കൊക്കെ നേവിക്കാർക്കൊക്കെ എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റുമോ? ഇവന്മാര് എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി. അപ്പൊ ഈ നമ്മളൊക്കെ കിടന്നുറങ്ങി കഴിയുമ്പോഴായിരിക്കും ഇവന്മാര് ഈ കടലിന്റെ മേളിൽ കൂടി വിമാനത്തിനൊക്കെ വന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വേണം കിടക്കാൻ. ഒരു പൊടി ലൈറ്റ് പോലും പാടില്ല. പിന്നെ വലിയ സൈറൺ അടിച്ചു കഴിഞ്ഞാല് ഗവൺമെന്റ് നമുക്ക് സൈറണൊക്കെ തരുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല, സൈറണൊക്കെ അടിക്കുമെന്നൊക്കെയാ പറയുന്നത്. നമ്മ ഇതുവരെ യുദ്ധമൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടല്ലേ ഉള്ളൂ. വലിയ സൈറൺ അടിച്ചു കഴിഞ്ഞാല് വലിയ പ്രശ്നം വരുന്നുണ്ടെന്നുള്ളത് നമ്മള് ചിന്തിക്കണം. ഉറക്കത്തിലാണെങ്കിൽ നമ്മ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടല്ലേ കിടക്കും. അതറിയാൻ പറ്റത്തില്ല. ഞാൻ പറയണത് തമാശയായിട്ട് എടുക്കല്ലേ. എന്നിട്ടുണ്ടല്ലോ ഈ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മൾ കിടക്കുക. പിന്നെ നമുക്ക് ടിവിയിലൂടെ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ പുറത്തെ ലൈറ്റൊന്നും ഇടരുത്. പിന്നെ അകത്താണെങ്കിലും നല്ല കർട്ടനൊക്കെ ഇട്ട് ബന്ധൗസാക്കിയിട്ട് വേണം നമ്മളുടെ ടിവി ഒക്കെ കാണാൻ. പിന്നെ ചെറിയ സൈറനാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് എൻ്റെ അറിവ്. ഇനി ഇതിൽ കൂടുതൽ അറിവ് യുദ്ധത്തിന്റെ മോക്ക് ഡ്രിൽ എന്താണെന്നുള്ളത് അതെനിക്കറിയില്ല. ഞാൻ കേട്ട അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. പറ്റുമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആക്രമണത്തിലോ ബോംബാക്രമണത്തിലൊക്കെ മരിക്കാം. യുദ്ധത്തിലൊക്കെ പങ്കെടുത്തേക്കൊണ്ട് എനിക്കിതൊക്കെ അറിയാം. അങ്ങനെയല്ല, കേട്ടറിവാണ്. അങ്ങനെയൊക്കെ. ഞങ്ങളുടെ ആന്റിയൊക്കെ ആണെങ്കില് സൗദിയിലൊക്കെ യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് അവര് ഗവൺമെന്റ് നേഴ്സൊക്കെ ആയിരുന്നു. അവരെല്ലാവരും തിരിച്ചിങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉള്ള അറിവൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊക്കെ വലിയ സൈറനൊക്കെ അടിക്കുമ്പോ ഫോട്ടോ വെച്ചൊക്കെ പോയി നിക്കാം. എന്നിട്ട് അവിടെ ജങ്കാറി കയറി നിക്കല്ല.
അല്ല അങ്ങനെ തന്നെ കയറിക്കണമെന്നല്ലേ പറഞ്ഞത്. ജങ്കറല്ല, പിന്നെ ബങ്കർ. ആ ബങ്കറാ. ബങ്കർ. ഞാനടുത്ത് ജങ്കാറി കയറിയ ബങ്കറുമില്ല, ജമ്പറുണ്ടാവും. വേണ്ടല്ല നമുക്കുണ്ടല്ല. അപ്പൊ പിന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാര് സജ്ജമാക്കേണ്ടത് എന്താണെന്നോ? ബദാം, പിന്നെ നട്ട്സ്, അതിനൊരു കാര്യം ചെയ്യണം. എന്ത് ഇത് എന്താണ്, ഈന്തപ്പഴം, പിന്നെ വെള്ളമൊക്കെ ആവശ്യത്തിനൊക്കെ. ഒരു പണി ചെയ്യണം, ഇതൊക്കെ നമ്മള് കാശ് കൊടുത്ത് മേടിച്ചാൽ മുതലാകത്തില്ല. ഈ ബോംബാക്രമണം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോട്ട് ഓടിക്കരുത്, ഓടിക്കണം. ഏതായാലും അവരതിന് പൈസ വയ്ക്കത്തില്ല, എടുത്തുകൊണ്ട് ഓടിയാൽ മതി. എന്നിട്ട് പറഞ്ഞു ജീവനുണ്ടെങ്കിൽ പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞു. നമ്മ ചിരിച്ചോട്ടാ, എല്ലാവർക്കും യുദ്ധമൊക്കെ കഴിയുമ്പോ ആളവിടെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടെങ്കിൽ കാശ് തരാന്ന് പറഞ്ഞു. യുദ്ധം കേട്ടു. ഞാൻ എന്റെ അറിവ് ഞാൻ പറഞ്ഞതാണ്. പിന്നെ തനിക്ക് ചായ കുടിക്കാൻ മതി. ഇനി ചായ കുടിച്ചോ. ഞാനിതൊക്കെ ഓർത്തിട്ടേ ചിലപ്പോ നമ്മുടെ ഈ ഇവിടെ കൂടിയൊക്കെ വരുവാണെങ്കിലാ ഈ എന്താണ് അറബിക്കടലിന്റെ അവിടെ കൂടി നമ്മുടെ തൊട്ടരിയിലാ നമ്മ ഹരിപ്പാടൊക്കെ പോയി മീനൊക്കെ മേടിക്കണ സ്ഥലമല്ലേ, കടലും കായലൊക്കെ. സ്മോക്ക് പറഞ്ഞാ ഞാനെന്താ കരുതെന്ന് അറിയാമോ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഡ്രില്ലിന്റെ സമയത്ത് സാർമാർ കാണാണ്ട് ബാത്റൂമിൽ പോയിരുന്ന് കട്ടൻ പീടി വരിക റെഡിയുണ്ടല്ലോ. കട്ടൻ പീടി അല്ലേ, അങ്ങനെ ഇരുന്ന് വലിക്കണേനായിരിക്കും ഈ സ്മോക്ക് ഡ്രില്ല് കരുതിയത്. അത് സ്മോക്ക് ഏതെങ്കിലും ഇടയിൽ കയറി ഇരുന്ന് വലിക്കണേന് സ്മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. എന്തൊക്കെ പരിപാടി അതൊക്കെ. അപ്പൊ നമുക്ക് യുദ്ധത്തെ സ്വീകരിക്കാം. യുദ്ധം വരട്ടെ. പണ്ട് ഇവിടെ പ്രളയം വന്നപ്പോ ജെട്ടിപൊലിയിലാണ്ട് ഓടിയ ആൾക്കാരുടെ ഉള്ളത്. അല്ല അത് പോട്ടെ, ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ല ഇവരൊക്കെ ആദ്യം ഓടിയത് അടുത്തുള്ള തുണിക്കടയിലോട്ടാണ്. നമ്മുടെ അച്ഛൻ പറയേ ഇവിടെ താരാൻ വേണ്ടി ആ തുണിക്കടയിലോട്ട് വിടുന്നത്. വണ്ടി തുണിക്കടയിലോട്ട് ആദ്യം വീട് കാണാനല്ല പോണത്. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ വീടെന്നാന്ന് നോക്കാനല്ല പോണ ആദ്യം. ഞാനാദ്യം തുണിക്കടയിലോട്ട് വണ്ടി വിടുന്ന. അവിടെ പോയി തടയാനുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടാവില്ല, തിരിച്ചു വന്ന്. യുദ്ധം വന്നാൽ ഇത് ആവശ്യമില്ല. യുദ്ധം വന്നാൽ പിന്നെ ഒരു ആവശ്യമില്ല, കാരണം തലയില്ലാത്ത കിടക്കണ ബോഡിക്ക് ആർക്കും തലയില്ലാത്ത ബോഡിക്ക് നാണമില്ലാണ്ട് കിടക്ക. ഇനി അഥവാ അറിയുന്നുണ്ടെങ്കിൽ തന്നെ കേട്ടാ, അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി. ഏയ് അത് ഞാനല്ല, എന്റെ ബോഡി ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു. പിന്നെ മറുപടിയൊക്കെ നോക്കി കണ്ടുപിടിച്ച് വന്നാ വന്ന്. ചായ കുടിക്ക്. ചായ കുടിക്കാന്നാ. ചായ ആറുന്നു.